മക്കളെ ആരാണോ ഡെയിലി റുട്ടീൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ വരും. അപാര കോൺഫിഡൻസ് ലെവലായിരിക്കും. കാരണം ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താതെ പറയാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിർത്താതെ ഇംഗ്ലീഷ് പറയാൻ കഴിയും. അപ്പം അങ്ങനല്ലേ? ഇപ്പം ഞാൻ പറയാണ്, ഞാൻ 6 മണിക്ക് രാവിലെ എണീക്കുന്നു, അതിനുശേഷം ഞാൻ പല്ല് തേക്കുന്നു, അതിനുശേഷം ഞാൻ അത് ചെയ്യുന്നു, അതിനുശേഷം ഇത് ചെയ്യുന്നു, അതിനുശേഷം അല്ലേ, അങ്ങനെ പറയാൻ കഴിയും. ഒരു നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് എങ്ങനെ ഡെയിലി റുട്ടീൻ പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡെയിലി റുട്ടീൻ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം, ഞാൻ 5 മണിക്ക് എണീറ്റു, അതിനുശേഷം അത് ചെയ്തു, അതിനുശേഷം ഞാൻ അത് ചെയ്തു, അതിനുശേഷം അപ്പോൾ അതിനുശേഷം വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലേ. അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ അതിനുശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരേ വേർഡ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതൊരു സുഖമില്ല. അപ്പം അതുകൊണ്ട് അതിന് വ്യത്യസ്ത വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിത് മനോഹരമായിട്ട് പറയാം. റെഡിയാണോ? കണ്ടോളി. ഒന്നാമത്തെ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. ദെൻ, പിന്നീട്, അല്ല അതിനുശേഷം ഒക്കെ സെയിം അർത്ഥാണ്. ലേറ്റർ, പിന്നീട്, അല്ലെങ്കിൽ അതിനുശേഷം, അല്ലെങ്കിൽ ശേഷം. ലേറ്റർ ഓൺ, പിന്നീട്. ആഫ്റ്റർവേർഡ്സ്, പിന്നീട്, അല്ലെങ്കിൽ അതിനുശേഷം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കാണുന്ന വേർഡ്സുകളുടെ ഒക്കെ മീനിങ് സെയിം ആണ്. അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒരേ വേർഡിന് വീണ്ടും പറയേണ്ട. ആഫ്റ്റർ ദാറ്റ് പറയേണ്ട, വ്യത്യസ്ത വേർഡുകൾ ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എന്തായി, ലെവൽ മാറി. കണ്ടോളി, ഇവിടെ 2 കോളുണ്ട്, 2 ബോക്സ് ഉണ്ട്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ഇത് നമ്മളെ ബേസിക് ആണ്. ആർക്കും വളരെ മനോഹരമായിട്ട് പെട്ടെന്ന് പറയാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങൾക്ക് തോന്നുകയാണെന്ന്, ഇത് കുറച്ച് ലെവൽ കുറഞ്ഞല്ലോ, എനിക്ക് കുറച്ചും കൂടി ലെവൽ കൂടിയത് വേണം തോന്നുകയാണെങ്കിൽ മക്കളെ ഇത് പറഞ്ഞോളി. രണ്ടും ഞാൻ പറഞ്ഞു കാണിക്കാം. കേട്ടോളി. അപ്പം ഞാൻ പറയാണ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഐ ചേർക്കണം. ഐ അല്ലേ, ഡെയിലി റുട്ടീൻ കേട്ടോ, എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറയാണ്, ഒന്നാമത്താണ് ഐ wake up at 6 o'clock. എന്താണ്? I wake up at 6 o'clock. സമയം പറയുമ്പോൾ അറ്റ് ചേർത്ത് പറയാം. അറ്റ് 6:30, അറ്റ് 6:35, അറ്റ് 7 o'clock അങ്ങനെ പറയാം. ഒന്നാമത്തെ നമ്മുടെ ലൈനാണ് ഐ wake up at 6 o'clock. ഓക്കെ ആണല്ലോ. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ബ്രഷ്, ഞാൻ തേക്കുന്നു. എന്ത്? മൈ ടീത്ത്. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. അപ്പോൾ 2 സെന്റൻസ് ആയില്ലേ എന്ന് പറയാമല്ലോ. ദാക്കണോളി, ഐ wake up at 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. അല്ലേ, നമ്മൾ നിർത്താതെ 2 സെന്റൻസ് പറഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഫ്റ്റർ ദാറ്റ് ഉപയോഗിക്കേണ്ട. അതിന് പകരം കണ്ടോളി, ഇത് ഉപയോഗിച്ചോളി. ദെൻ ഐ ടേക്ക് എ ബാത്ത്. ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നു എന്നാണ്, കുളിക്കുക. അപ്പം എന്തായി, ദെൻ ഐ ടേക്ക് എ ബാത്ത്. അപ്പം നമ്മൾ 3 സെന്റൻസ് പറഞ്ഞു അല്ലേ. ഇനി ഇതേ ഈ 3 സെന്റൻസ് നിർത്താൻ പറഞ്ഞു നോക്കി. ഐ wake up at 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. ദെൻ ഐ ടേക്ക് എ ബാത്ത്. അല്ലേ, പറയുന്നില്ലേ? കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യും, ലേറ്റർ ഉപയോഗിക്കാം. ലേറ്റർ, പിന്നീട്. ലേറ്റർ ഐ ഗെറ്റ് ഡ്രസ്ഡ്. ഇവിടെ ഉണ്ടോ, ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പം ലേറ്റർ ഐ ഗെറ്റ് ഡ്രസ്ഡ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് വ്യക്തമല്ലേ? 4 സെന്റൻസ് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞു. ഇനി ഒന്നും കൂടി പറഞ്ഞു നോക്കാം സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കാം. കണ്ടോളി, ഐ wake up at 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. Then I take a bath. Later I get dressed. അല്ലേ, വളരെ മനോഹരമായിട്ട് നിർത്താതെ പറയാൻ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ മനസ്സിരുത്തിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മക്കളെ, വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഇതിന് ശേഷം, ഈ ഒരു വീഡിയോന് ശേഷം കാണാൻ കഴിയും. ഞാൻ ഗ്യാരണ്ടി തരാണ്. ഇനി അടുത്താണ് എന്താ പറയുക, നമുക്ക് ഇവിടേക്കും ആഫ്റ്റർ ദാറ്റ് ഉപയോഗിച്ചു, ദെൻ ഉപയോഗിച്ചു, അല്ലേ, ലേറ്റർ ഉപയോഗിച്ചു. ഇതാ 2 കൂടി ഉണ്ട്. Later on, I eat breakfast. ഇവിടെ ഈറ്റിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഹാവ് ചേർക്കാവുന്നതാണ്. I have breakfast അല്ലെങ്കിൽ I have my breakfast.
ഇവിടെ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്നുള്ള അർത്ഥം. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നർത്ഥം, കഴിക്കുക. അപ്പൊ ഹാവിന് ഉണ്ട് എന്നുള്ള മാത്രമല്ല അർത്ഥം, പല അർത്ഥമുണ്ട്. അതിലൊന്നാണ് കഴിക്കുക. അപ്പൊ എന്താ പറയാം, ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്നായി. അത് ഓക്കെയാണല്ലോ, അത് ഓക്കെയാണ്. ഇനി അടുത്താണ് ആഫ്റ്റർ വേർഡ്സ്. എന്താണ് ആഫ്റ്റർ വേർഡ്സ്? അതിനുശേഷം. ആഫ്റ്റർ വേർഡ്സ് ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. ഇവിടെ ഉണ്ടോ, ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്നു എന്നർത്ഥം, ജോലിക്ക് പോകുക, ഗോ ടു വർക്ക്. അപ്പൊ എന്തായി, ആഫ്റ്റർ വേർഡ്സ് ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. ഇനി സ്റ്റാർട്ടിങ് മുതൽ ഇവിടം വരെ നമ്മൾ നിർത്താതെ പറഞ്ഞു നോക്കൂ, കഴിയും നമുക്ക്. ഇവിടെ നോക്കിയിട്ട് പറയാൻ ഒരു കുഴപ്പമില്ല. അത് അങ്ങോട്ടുള്ളി. I wake up at 6 o'clock. After that, I brush my teeth. Then I take a bath. Later, I get dressed. Later on, I eat my breakfast. Afterwards, I go to work. അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു 5-6 സെൻറ്റൻസുകൾ നമ്മൾ നിർത്താതെ പറഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങൾ പറയാൻ കഴിയും, പക്ഷെ ശ്രമിക്കണം. ഓക്കെ, ഇനി അടുത്ത. അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞല്ലോ. ഇനി ഇതിന് ശേഷം വേണമെങ്കിൽ ഏത് ചേർക്കാവുന്നതാണ് അല്ലെ? കാരണം നമ്മൾ ഒരേ വേർഡിന് വീണ്ടും പറയുമ്പോഴാണ് ഒരു സുഖമില്ലായ്മ വരുന്നത് അല്ലേ? നമ്മൾ ആദ്യം കംപ്ലീറ്റ് പറഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് പുറമെ ചേർക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ആഫ്റ്റർ പ്ലസ് ING. ആഫ്റ്റർ പ്ലസ് അങ്ങനെ പറയാം. ആഫ്റ്റർ കമ്മിങ് അല്ലെങ്കിൽ ആഫ്റ്റർ ഈറ്റിംഗ്, ആഫ്റ്റർ വേക്കിംഗ് അപ്പ്, അങ്ങനെയും പറയാം. ഇനി അതാണ് കം ബാക്ക് അല്ലേ? കം ബാക്ക് തിരിച്ചു വരിക. അപ്പം എന്തായി, ഇവിടെ പറയുള്ളൂ ആഫ്റ്റർ ദാറ്റ് എന്നോ അല്ലെങ്കിൽ ലേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ദെൻ എന്ന് പറയാം, ലെറ്റർ എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിത് കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി ഞാൻ പറയാണ്, ലേറ്റർ ഐ കം ബാക്ക്. ലേറ്റർ അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട് ഐ കം ബാക്ക്, ഞാൻ തിരിച്ചു വരുന്നു. വേണമെങ്കിൽ ടൈം ചേർക്കാം. ലേറ്റർ ഐ കം ബാക്ക് ബൈ ഈവനിങ്. ബൈ ഈവനിങ്, വൈകുന്നേരത്തോടെ എന്നാണ്, വൈകുന്നേരത്തോടെ. Later, I come back by evening. After that, I read a book. അതിനുശേഷം ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. After that, I read a book. Later, I watch a movie. പിന്നീട് ഞാൻ ഒരു സിനിമ കാണുന്നു, മൂവി കാണുന്നു. ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ ദെൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ആഫ്റ്റർ വാച്ചിങ്. എന്താണ് ആഫ്റ്റർ? നമ്മൾ പറഞ്ഞു ഐ വാച്ച് എ മൂവി. ഓക്കെ, ആഫ്റ്റർ വാച്ചിങ് കണ്ടതിന് ശേഷം, ആഫ്റ്റർ വാച്ചിങ് ഐ ഗോ ടു ബെഡ്. കണ്ടതിന് ശേഷം ഞാൻ ഉറങ്ങാൻ പോകുന്നതായി. ഇനി ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിർത്താതെ പറഞ്ഞു നോക്കൂ. വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം പറയാണ് ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. Then I take a bath. Later I get dressed. Later on I eat my breakfast. Afterwards I go to work. Then I come back by evening. After that, I read a book. After reading, I watch a movie. Then I go to bed. ഇനി ഇത് അടുത്ത് നോക്കാം. അടുത്ത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ളത് വേണം വിചാരിക്കാം. അങ്ങനെയാണ് ഇതാ കണ്ടോളി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങാം. എനിക്ക് ഇത് പറയണത് ഞാൻ 6 മണിക്ക് എണീക്കുന്നു, പല്ല് തേക്കുന്നു, എനിക്ക് അതൊന്നും പറയണ്ട. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണമെന്ന് തോന്നുന്നു. കണ്ടോളി. എങ്ങനെ വേണമെന്ന്, ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത് ഒരു കപ്പ് ചായ കുടിച്ചിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പറയാം ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ടീ. എന്താ പറഞ്ഞത്? ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പ് ചായയുമായാണ് ഞാൻ എൻ്റെ ദിവസം തുടങ്ങാറുള്ളത്. ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ടീ. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഐ പ്രേ ടു ഗോഡ്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. Then
പിന്നീട് അല്ലെങ്കിൽ പിന്നെ ദെൻ ഐ എൻജോയ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി. ഇവിടെ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നതിനേക്കാൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആക്കി എനിക്ക് പറയാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞോളി, ദെൻ ഐ എൻജോയ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി അല്ലേ. ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുന്നു, ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ലേറ്റർ ഓൺ എന്നാണ്, ലേറ്റർ ഓൺ പിന്നീട്, അതിനുശേഷം ലേറ്റർ ഓൺ ഐ ഗോ ടു മൈ ഓഫീസ്. ഐ ഗോ ടു മൈ ഓഫീസ്, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. ആഫ്റ്റർവേർഡ്സ് അതിനുശേഷം ആഫ്റ്റർവേർഡ്സ് ഐ മീറ്റ് മൈ കൊളീഗ്സ്. ഞാൻ എൻ്റെ സഹപാഠികളെ കാണുന്നു, കണ്ടുമുട്ടുന്നു. ഐ മീറ്റ് മൈ കൊളീഗ്സ്. പിന്നീട് ഐ റിട്ടേൺ ഹോം ബൈ ഈവനിങ്. വൈകുന്നേരത്തോടെ ഞാൻ വീട്ടിൽ തിരിച്ചു വരുന്നു എന്നായി. ലേറ്റർ ഐ റിലാക്സ് ഫോർ സം ടൈം. പിന്നീട് കുറച്ചു നേരത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വിശ്രമിക്കുന്നു എന്നായി. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നു. ഐ യൂസ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഐ യൂസ് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പറയുന്നത് സോഷ്യൽ മീഡിയ. ആഫ്റ്റർ ദാറ്റ് ഐ യൂസ് സോഷ്യൽ മീഡിയ. ലേറ്റർ ഓൺ ഐ ഹാവ് ഡിന്നർ വിത്ത് മൈ ഫാമിലി. അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഡിന്നർ കഴിക്കുന്നു. Then I go to bed. പിന്നെ ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്നായി. ഇനി ഇത് നമുക്ക് നിർത്താതെ പറയാം. എങ്ങനെ? കണ്ടോളി, ഞാൻ പറയാണ്, ഒറ്റടിക്ക് പറയാം. I start my day with a cup of tea. After that I pray to God. Then I enjoy breakfast with my family. Later I go to my office. Later on I meet my colleagues. Afterwards I return home by evening. Then I relax for some time. Later I use social media. After that I have dinner with my family. Then I go to bed. അല്ലേ? എത്ര മനോഹരമായിട്ട് പറയാൻ കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നല്ലോ, രണ്ടും പറഞ്ഞ് നോക്കണം. എടുത്തോ? എടുത്തു. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഈ സിമ്പിളായിട്ട് കാണുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, ആദ്യം പറയാം. നോക്കി പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കി പറയാം. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, അത് നോക്കി പറയാം. നോക്കി ഒരു 3-4 തവണ പറഞ്ഞിട്ട് നോക്കാതെ പറയാൻ വേണ്ടി ശ്രമിച്ച് നോക്കൂ. നിങ്ങൾ പറയാൻ കഴിയും. ഞാനാ പറയുന്നത്, പറയാൻ കഴിയും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതും അതുപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് 3-4 തവണ നോക്കിയിട്ട് പറയാം. എന്നിട്ട് നോക്കാതെ പറയാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. നിങ്ങളൊരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെയിലി റുട്ടീൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാണ്, നിങ്ങൾക്കൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ താങ്ക് യു എവരിവൺ.